സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ വർദ്ധിപ്പിക്കും. മൂന്നംഗ സമിതിയുടെ റിപ്പോർട്ട് നാളത്തെ മന്ത്രിസഭായോഗം പരിഗണിച്ചേക്കും. വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിനിടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഉപേക്ഷിച്ച് സാധാരണക്കാർ. മിക്കവാറും ഔട്ട്ലെറ്റുകളിലും സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്തതാണ് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്ന. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി പ്രജിത്ത് മോഹനൻ കോഴിക്കോട് നിന്നും ചേരുന്നു. പ്രജിത്ത്, ക്രിസ്മസ് പുതുവത്സര നാളുകളിൽ സാധാരണക്കാർ ആശ്രയിക്കുന്നതാണ് സപ്ലൈകോ വിപണിയെ. പക്ഷേ സപ്ലൈകോ വിപണിയിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമല്ല. മാത്രമല്ല, ഇപ്പോൾ നിലവിലുള്ള സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനവുമായി സപ്ലൈകോ മുന്നോട്ട് പോവുകയാണ്. നവകേരള സദസ്സിനിടയിൽ വൻ വാഗ്ദാനങ്ങൾ ആണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുന്നോട്ട് വെച്ചത് കേരളത്തിലെ സാധാരണക്കാർക്ക് മുന്നിൽ. പക്ഷേ അതെല്ലാം ജലരേഖ മാത്രമാണ് എന്ന് വീണ്ടും തെളിയുകയല്ലേ പ്രജിത്ത്? അനിൽ, അതുതന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെയൊക്കെ സ്ഥിതിയൊക്കെ കണ്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നുന്ന അവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പല സമയത്ത് ഇന്ന് ചെന്നിരുന്നു. ആ സമയത്തൊക്കെ അവിടങ്ങളിൽ ഒരാൾ പോലും സാധനം വാങ്ങിക്കാൻ വരാത്ത സാഹചര്യം. ഇന്ന് ഈ പറഞ്ഞ രാവിലെ മുതൽ ഉച്ചവരെയൊക്കെ എടുക്കുന്ന സമയം എടുക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾ, വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് സപ്ലൈകോയിലേക്ക് ചെല്ലുന്നത് എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ സപ്ലൈകോയിൽ സാധാരണക്കാർ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ സബ്സിഡി ഇനങ്ങൾ, 13 സബ്സിഡി ഇനങ്ങൾ ലഭ്യമാകാൻ വേണ്ടിയാണ്. ഈ 13 സബ്സിഡി ഇനങ്ങൾ വില കുറച്ച് ലഭിക്കുമ്പോൾ അവരുടെ മാസ ബജറ്റിനെ അത് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള കണക്കുകൂട്ടലുകൾ. പക്ഷേ നിലവിൽ സംസ്ഥാനത്തെ ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പോലും ഈ സബ്സിഡി ഇനങ്ങൾ, 13 സബ്സിഡി ഇനങ്ങളിൽ 1-2 എണ്ണം മാത്രം സാധനങ്ങളാണ്, ഉൽപ്പന്നങ്ങളാണ് അവർക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ കൈയൊഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സപ്ലൈകോയുമായി ബന്ധപ്പെട്ടിട്ട് ഈ മന്ത്രിമാരടക്കം മുഖ്യമന്ത്രി അടക്കം നടത്തിയിട്ടുള്ള പലവിധമായ പ്രസ്താവനകളുണ്ട്. അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുമെന്നും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സപ്ലൈകോയെ വിപണി ഇടപെടൽ നടത്തുമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ കാര്യമായ ഒരു നടപടിയും സപ്ലൈകോയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സപ്ലൈകോ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഈ സപ്ലൈകോയിൽ സബ്സിഡി വിലയിൽ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടാനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഈ തീരുമാനം നേരത്തെ LDF ഒക്കെ ഇതിനൊക്കെ അംഗീകാരം കൊടുത്തതാണ്. അതിനുശേഷമാണ് നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് പരിഗണിക്കുന്നത്. ഈ മൂന്നംഗ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ച ഈ വില വർധനവിൽ മന്ത്രിസഭാ യോഗം അല്ലെങ്കിൽ മന്ത്രിസഭ അനുവാദം നൽകിയാൽ ഉടൻ തന്നെ അത് നിലവിൽ കൊണ്ടുവരാൻ തന്നെയാണ് സപ്ലൈകോ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് കുറച്ച് രസകരമെന്നോ അല്ലെങ്കിൽ ഖേദകരമെന്നോ ഒക്കെ നമുക്ക് ഒരേ സമയം പറയാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ വില വർധനവ്, ഈ 13 സബ്സിഡി ഇനങ്ങളുടെ വില വർധനവ് സാധാരണക്കാരെ പെട്ടെന്ന് ബാധിക്കാൻ പോകുന്നില്ല. കാരണം ആ സാധനങ്ങളൊന്നും ഈ പറയുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ വില വർധനവ് നേരിടി സാധനങ്ങൾ വാങ്ങാൻ കിട്ടാതിരിക്കുമ്പോൾ പിന്നെ ആ വില വർധനവ് നേരിട്ട് സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് ഏത് തരത്തിൽ അതിനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് സപ്ലൈകോ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സംസ്ഥാനത്ത് തന്നെ പലയിടത്തും ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് പോലും വാടക നൽകാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരെയുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ സപ്ലൈകോ നിൽക്കുന്നു. വിപണി ഇടപെടൽ നടത്തുമെന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയതല്ലാതെ കൃത്യമായ ഒരു നടപടിക്കും സാധിച്ചിട്ടില്ല. ഇതിൽ ക്രിസ്മസ് പുതുവത്സര ചന്തകൾ പലയിടത്തും കൺസ്യൂമർ ഫെഡ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ ചന്തകളെ അല്ലെങ്കിൽ സപ്ലൈകോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാവേലി സ്റ്റോറുകളുമായി ബന്ധപ്പെട്ടിട്ട് ഈ സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിൽ സർക്കാർ തികഞ്ഞ പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എവിടെയും ഈ പറഞ്ഞ രീതിയിൽ സാധനങ്ങളില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ എത്തുന്നില്ല. നമ്മൾ ഇന്ന് കോഴിക്കോട്ടെ ചില സപ്ലൈകോ സെന്ററുകളിൽ ചെന്നപ്പോൾ റാക്കുകളൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമായും ഒറ്റ ങ്ങൾ പോലുമില്ല. സപ്ലൈകോയിൽ നിൽക്കുന്ന സബ്സിഡി സാധനങ്ങൾക്ക് അപ്പുറത്തേക്ക് സ്ഥിരം ലഭ്യമാകുന്ന പല വസ്തുക്കളും അവിടെ ഇല്ല എന്നുള്ളൊരു ഖേദകരമായ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നില്ല. കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രം, ഈ സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥർ മാത്രം അവിടെ ഇരിക്കുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായി ഏതാണ്ട് പ്രവർത്തനം തന്നെ ഏതാണ്ട് ആവശ്യമാണോ എന്നുള്ള ചോദ്യം വരുന്നൊരു സാഹചര്യമൊക്കെ ഇപ്പോഴുണ്ടല്ലോ നമ്പ്യാർ. അതായത് ചുരുക്കത്തിൽ കേരളത്തിലെ പാവപ്പെട്ടവരുടെ, സാധാരണക്കാരുടെ വയറ്റത്തടിച്ചു. പ്രത്യേകിച്ച് ഈ ഒരു ഉത്സവ സീസണിൽ, ആ ഉത്സവ സമയത്ത് പ്രജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ സാധാരണക്കാർ, പാവപ്പെട്ടവരൊക്കെ ആശ്രയിക്കുന്നത് സപ്ലൈകോയാണ്. അതായത് പ്രധാനപ്പെട്ട സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ, അത് സബ്സിഡി നിരക്കിൽ കിട്ടുന്നു. അതാണ് അവരുടെ ആശ്രയവും. പക്ഷേ ഇവിടെ നോക്കൂ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രഭാത ഭക്ഷണം അല്ലേ, നമ്മൾ ചർച്ച ചെയ്തതാണ് പലവട്ടം. മൃഷ്ടാനമായി എല്ലാവരും കഴിച്ചു. പക്ഷേ ക്രിസ്മസിന്, അതായത് ആഘോഷിക്കേണ്ട നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തി ഉൾപ്പെടെയുള്ളവർ പലവട്ടം പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ക്രിസ്മസ് ഇല്ല, ക്രിസ്മസ് ആഘോഷിക്കാനാവുന്നില്ല, അരി വാങ്ങാൻ പോലും പണമില്ല എന്ന് പറയുന്നു. മാത്രമല്ല സർക്കാർ കോടതിയിൽ പറയുകയും ചെയ്തു. ഈ മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കവേ, പെൻഷൻ ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് ഖജനാവിൽ പണമില്ല എന്നുള്ളതാണ്. ഖജനാവിൽ പണമില്ല, പക്ഷേ
മന്ത്രിമാർക്കും അതുപോലെ ഈ പൗരപ്രമുഖർക്കും, തിരഞ്ഞെടുക്കപ്പെട്ട പൗരപ്രമുഖർക്ക് അവർക്ക് മൃഷ്ടാനം കഴിക്കാൻ ആ ഭക്ഷണത്തിനൊക്കെ കാശ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാർ ഉണ്ണണ്ട, പാവപ്പെട്ടവർ ഉണ്ണണ്ട എന്നൊരു നിലപാട് തന്നെയല്ലേ? ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യാമോ പ്രജിത്ത? നമ്പ്യാർ, താരതമ്യം തുടങ്ങുകയാണെങ്കിൽ നവകേരള സദസ്സിൽ ആദ്യം പറഞ്ഞ ഒരു ബസ്സിൽ എല്ലാവരും കൂടി സഞ്ചരിക്കുമ്പോൾ ആ ചിലവ് കുറയുമെന്നുള്ളതാണ്. എന്നാൽ ആ ബസ്സിന് ഒപ്പം തന്നെ, ഈ ആഡംബര ബസ്സിനൊപ്പം തന്നെ ഓരോ മന്ത്രിമാരുടെയും വാഹനങ്ങളും അവരുടെ പരിവാരങ്ങളുടെ വാഹനങ്ങളും അടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ ഈ രീതിയിൽ അവരെ പിന്തുടർന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിലവല്ല കുറയ്ക്കുകയല്ല നടന്ന, യഥാർത്ഥത്തിൽ ദൂർത്ത് കൂട്ടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഈ നവകേരള സദസ്സിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ പ്രഭാത ഭക്ഷണത്തിന്റെയൊക്കെ കാര്യമാണെങ്കിൽ അത് എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം അതൊരു ഈ പറഞ്ഞ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കിട്ടുന്ന പോലെയുള്ള മെനു ഒക്കെയാണ് പ്രഭാത ഭക്ഷണങ്ങൾ ഒരുക്കിയിരുന്നത്. അത്രയ്ക്ക് അത്യാഡംബരപൂർവ്വം ഈ പരിപാടികൾ നടത്തുമ്പോൾ തന്നെയാണ് സാധാരണക്കാർ ഈ രീതിയിൽ പറഞ്ഞ മറിയക്കുട്ടിച്ചേട്ടത്തെ പോലെയുള്ള ആളുകൾ അവർ പെൻഷൻ ലഭിക്കാതെ തെരുവിലിറങ്ങി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്, സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്, അതിൽ കോടതി അടക്കം ഇടപെടൽ ഉണ്ടാകുന്ന സാഹചര്യം വേണ്ടി വരുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ദൂർത്തും മറ്റൊരു സൈഡിൽ ഈ പറഞ്ഞ രീതിയിൽ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് അവർക്ക് ലഭിക്കേണ്ട സാധാരണ അവകാശങ്ങൾ പോലും, പെൻഷൻ പോലെയുള്ള അവകാശങ്ങൾ പോലും സപ്ലൈകോ പോലെയുള്ള സംവിധാനങ്ങളിൽ കൂടി അവർക്ക് വില കുറച്ച സാധനങ്ങൾ ലഭ്യമാക്കേണ്ട സാഹചര്യങ്ങൾ അതൊന്നും നടക്കുന്നില്ല. ഉദ്യോഗസ്ഥരൊക്കെ ഈ അടുത്ത കാലത്ത് മുഴുവൻ നവകേരള സദസ്സിന്റെ തിരക്കിലായിരുന്നു. കാര്യങ്ങൾ എവിടെയും ഈ പറഞ്ഞ രീതിയിൽ സെക്രട്ടേറിയറ്റിലോ അങ്ങോട്ട് ഓരോ ജില്ലാ കേന്ദ്രങ്ങളിൽ പോലും കൃത്യമായി ഉദ്യോഗസ്ഥരെ ഇടാനാകാത്ത സാഹചര്യം, ഒരു സംവിധാനം പോലും കൃത്യമായി മുന്നോട്ട് പോകാത്ത സാഹചര്യം. നവകേരള സദസ്സ് മാത്രം കാലത്ത് സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കേരളത്തിൽ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. ബാക്കി എല്ലാ സംവിധാനങ്ങളും ഈ പറഞ്ഞ രീതിയിൽ പെൻഷൻ വിതരണം തൊട്ട് ഇങ്ങോട്ട് എല്ലാം കീഴ്മേൽ മറിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇക്കാര്യത്തിൽ തന്നെ വലിയ പരാതികളുണ്ട്. പ്രത്യേകിച്ച് ഈ പരാതി പരിഹാരമൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും അതിനുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ കൃത്യമായി ഈ പറഞ്ഞ നവകേരള സദസ്സിന് ഇത്രയധികം കൊട്ടിഘോഷിച്ച് നടത്തിയ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് പോലും പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. അത്രയധികം വാർത്തകളോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉദ്യോഗസ്ഥരെ ഇത്തരം ഒരു പരിപാടിക്ക് അതിന്റെ പ്രചാരണത്തിനും അതിന് ആളെ കൂട്ടാനും അതിന് പണം കണ്ടെത്താനും വേണ്ടി നിയോഗിച്ച സാഹചര്യത്തിൽ മറ്റ് ദൈനംദിന ജോലികൾ, സർക്കാരിന്റെ പ്രവർത്തനങ്ങളടക്കം തടസ്സപ്പെട്ട സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട എല്ലാ സേവനങ്ങളും തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരെല്ലാം വീണ്ടും വന്ന് പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത്. അവർക്കതിനുള്ള കൃത്യമായി സമയം ലഭിക്കുന്നില്ല. അതുപോലെയുള്ള ഈ പറഞ്ഞ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് പോലും പരിഹാരം കാണാനുള്ള സമയം ഉദ്യോഗസ്ഥർക്കോ സംവിധാനങ്ങൾക്കോ ലഭിക്കുന്നില്ല. കൃത്യമായി ഈ പറഞ്ഞ രീതിയിൽ കുറച്ചൊരു PR വർക്ക് നടത്താൻ, ഒരു പ്രചാരണം നടത്താൻ സർക്കാർ ഇറങ്ങി തിരിച്ചപ്പോൾ അത് ബാധിച്ചത് ഏറ്റവും അധികം സാധാരണക്കാരെയാണ്. അത് ഈ പറഞ്ഞ സപ്ലൈകോയിൽ സാധനം വാങ്ങിക്കാൻ ഇല്ലാതെ ഗതികെട്ട് നിൽക്കുന്നവരാണ് പലരും. അവരെ അതിസാധാരണക്കാരെ ആൾക്കാരാണ് പലപ്പോഴും ഈ സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കാറുള്ളത്. കാരണം മറ്റ് പൊതുവിപണിയിൽ ഉയർന്നു നിൽക്കുന്ന വില എന്താണ് നമുക്കറിയാം. ഓരോ സാധനങ്ങൾക്കും എത്രയധികം വിലയുണ്ടെന്നറിയാം. ഒരു കിലോ പഞ്ചസാര വാങ്ങണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നറിയാം, എത്രയധികം പണം നൽകേണ്ടി വരുമെന്നറിയാം. അത്രയധികം സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന സാധാരണക്കാരാണ് ഇത്തരം സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒരുക്കി നൽകേണ്ട സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഇതൊന്നും നൽകാതെ കുറച്ച് ദൂർത്തും കുറച്ച് ഇത്തരത്തിലുള്ള കുറച്ച് ഷോ ഓഫുകൾ മാത്രമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ പറഞ്ഞ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഈ ഉദ്യോഗസ്ഥരെ എല്ലാം ഈ രീതിയിൽ ഉപയോഗിച്ചതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ബാക്ക്ലോഗ് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, സർക്കാർ നടപടിക്രമങ്ങളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള വിതരണം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, സപ്ലൈകോയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇവയെല്ലാം ഒന്ന് നോർമലൈസ് ചെയ്ത് വരണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ വേണ്ടി വരും. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പരാതികൾ തീർക്കണമെങ്കിൽ അതിനിയും മാസങ്ങൾ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഏറ്റവും അധികം സങ്കടകരമായ കാര്യമാണ് സപ്ലൈകോയുടെ വിഷയം തന്നെയാണ്. കാരണം സാധാരണക്കാർ അങ്ങോട്ട് പോകും അവിടെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ. കാരണം മറ്റ് പൊതുവിപണിയോ സൂപ്പർ മാർക്കറ്റുകളെയൊക്കെ ആശ്രയിക്കുന്നതിലും അപ്പുറം അവർക്ക് എപ്പോഴും വില കുറച്ച് ഈ സാധനങ്ങൾ കിട്ടുമെന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്ന് അവിടെ സാധനങ്ങളില്ല. ഇനി അഥവാ സാധനങ്ങൾ വന്നാൽ തന്നെ അത് വാങ്ങിക്കണമെങ്കിൽ ഇനി ഉയർന്ന വില കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഡിസ്കൗണ്ട് റേറ്റിൽ ലഭിച്ചിരുന്ന 28 ഉൽപ്പന്നങ്ങളുണ്ട്, അവയ്ക്ക് വില കൂട്ടാൻ പോകുന്നു എന്നുള്ള ഒരു ഇതും സൂചനകളും വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സാധാരണക്കാരുടെ ഈ പറഞ്ഞ ഇപ്പോൾ തന്നെ നടുവൊടിഞ്ഞ് നിൽക്കുകയാണ്. വിലക്കയറ്റവും ഈ പൊതുവിപണിയിലെ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് അവർ നടുവൊടിഞ്ഞ് നിൽക്കുകയാണ്. അവരുടെ മണ്ടയ്ക്ക് വലിയൊരു പ്രഹരം കൂടിയായിരിക്കും സർക്കാരിന്റെ ഈ പുതിയ നടപടി. നവകേരളത്തിൽ ജനങ്ങൾക്ക് പിണറായി സർക്കാരിൻ്റെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടും. സബ്സിഡി വെട്ടിക്കുറക്കാനുള്ള സമിതി റിപ്പോർട്ട് മന്ത്രിസഭയുടെ പരിഗണനയിലാണ്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യം പരിഗണിക്കും എന്നാണ് പ്രജിത്ത കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്ത പോകുന്നതിനിടയിൽ ഞങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിലിനെ ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലൊരു തീരുമാനം ഇല്ല, എടുക്കില്ല, സർക്കാർ എടുക്കില്ല, മന്ത്രിസഭ എടുക്കില്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് മന്ത്രിസഭയുടെ പരിഗണനയിൽ എത്തിയിട്ടില്ല എന്നാണ് GR അനിൽ പറഞ്ഞത്. അദ്ദേഹം ലൈവിൽ പ്രതികരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നില്ലെങ്കിൽ നല്ലത്. അത് കേരളത്തിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്
ഉപകരിക്കുമില്ലെങ്കിൽ അവരുടെ വയറ്റത്തടിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.